സുഹൃത്തുക്കളെ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതാണ്ട് അവസാനിച്ചു. ഈ യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കിയത് ആര് എന്ന ചർച്ചയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വ്യത്യസ്ത അഭിപ്രായമാണെങ്കിൽ തീർച്ചയായും അത് ഒരു ചർച്ച പോലെ കൊണ്ടുപോകാവുന്നതുമാണ്. എനിക്ക് തോന്നിയത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തി എന്നുള്ളതാണ്. അത് വസ്തുതാപരമാണ്. എനിക്ക് ഒട്ടും തോന്നുന്നില്ല. കാരണം അതെന്തുകൊണ്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ ശരിക്കും അമേരിക്ക വന്ന് പറഞ്ഞു, ഇന്ത്യ അനുസരിച്ചു എന്ന് തോന്നാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യ എന്താണ് പറഞ്ഞിരുന്നത്? ഇന്ത്യ ഒരു യുദ്ധത്തിനൊരു ഘട്ടത്തിലും തയ്യാറായില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇന്ത്യ ആഗ്രഹിച്ചത് പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അത് ആദ്യ ദിവസം തന്നെ പൂർത്തിയാക്കി. 9 ക്യാമ്പുകൾ ആക്രമിക്കുന്നു. ഈ മസൂദ് അസറിൻ്റെ ബന്ധുക്കളെ അടക്കം തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെ അവസാനിച്ചതാണ് ഇന്ത്യയുടെ ദൗത്യം. ബാക്കിയെല്ലാം എന്താണ്? പിന്നീട് പാകിസ്ഥാൻ്റെ അടിക്ക് തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പോൾ തുടക്കം മുതൽ ഇന്ത്യ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ലക്ഷ്യം ഇതാണ്. പക്ഷെ പാകിസ്ഥാൻ അടിച്ചാൽ തിരിച്ചടിക്കും. വെടിനിർത്തൽ എന്നുള്ളത് ഏത് ഘട്ടത്തിലും പാകിസ്ഥാൻ എപ്പോൾ അടി നിർത്തുന്നോ അപ്പോൾ തിരിച്ചടി ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതല്ല, ഒരു ചർച്ചയുടെ പോലും ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആര് പിന്നീട് പറഞ്ഞാലും, ഇപ്പോൾ പാകിസ്ഥാൻ തന്നെയാണ് ആവശ്യപ്പെട്ടതെന്ന് ഇന്ത്യ വിശദീകരിക്കുന്നു. അത് വിശ്വസിക്കാത്തവർക്ക് ഇനി അമേരിക്ക ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എന്താ പാകിസ്ഥാൻ നിർത്താമെന്ന് പറഞ്ഞു, നിങ്ങൾ നിർത്തണം എന്നാവശ്യപ്പെട്ടാൽ ഇന്ത്യക്ക് പിന്നീട് അതിനപ്പുറത്തേക്കൊരു നീക്കമില്ല. അവിടെയാണ് അമേരിക്ക പറഞ്ഞാലും ചൈന പറഞ്ഞാലും ഇനി പാകിസ്ഥാൻ തന്നെ നേരിട്ട് ആക്രമിക്കുന്ന പാകിസ്ഥാൻ തന്നെ തങ്ങൾക്ക് ഞങ്ങളിനി ആക്രമിക്കില്ല, വെടിനിർത്തലിന് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടാൽ അത് അനുസരിക്കുക, അല്ലെങ്കിൽ അതിന് വഴങ്ങുക, ആ തീരുമാനത്തിനൊപ്പം എത്തുക. കാരണം ഇന്ത്യ അങ്ങോട്ട് ആക്രമിക്കാനൊരു തീരുമാനമേ ഇല്ലാത്തിടത്തോളം, അതുകൊണ്ട് തന്നെ ഇതാര് ജയിച്ചു എന്ന ചോദ്യത്തിന് ഫലത്തിൽ പാകിസ്ഥാൻ പിന്തിരിഞ്ഞോടി എന്ന് തന്നെ വിശ്വസിക്കേണ്ട സാഹചര്യം തന്നെയാണ് ഇക്കാര്യത്തിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗമാണ് ഇക്കാര്യത്തിൽ വിജയിച്ചത് എന്ന് തന്നെ. കാരണം ഇന്ത്യ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു, അത് ചെയ്തു, അത് നിർത്തുന്നു. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ലോകശക്തിയാകാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഇതുപോലുള്ള ചെറിയ രാഷ്ട്രങ്ങളുമായി, ഒരു തെമ്മാടി രാഷ്ട്രവുമായി മത്സരിച്ച് യുദ്ധം ചെയ്ത് എന്തെങ്കിലും യുദ്ധത്തിലൂടെ കുറേ പേരെ കൊന്ന് തീർത്ത് വിജയിക്കുക എന്നുള്ളതല്ല. ഇന്ത്യയുടെ ഫോക്കസ് സാമ്പത്തികമായും ഉൾപ്പെടെ വളരുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്ക, ചൈന വലിയ രീതിയിലുള്ള ഒരു ശീതയുദ്ധം ബലത്തിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരുപാട് നിക്ഷേപകർ ഇന്ത്യയെ ഉറ്റുനോക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടായി ഇന്ത്യ സ്വന്തം സാധ്യതകൾ ഇല്ലാതാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടാലും അമേരിക്ക ആരാവശ്യപ്പെട്ടാലും ഈ യുദ്ധം ഈ നിലയിൽ നിർത്തുക എന്നുള്ളത് ഇന്ത്യയുടെ ദീർഘകാല ആവശ്യം കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. രണ്ടാമത്, ഈ യുദ്ധത്തിൽ ആകെ കണ്ടൊരു പ്രധാനപ്പെട്ട കാഴ്ച സൈന്യം വിശദീകരിക്കുകയും തെളിവുകൾ നിരത്തുകയും ചെയ്തത്. ഇപ്പോൾ സൈന്യത്തെ ഇന്ത്യയൊക്കെ വിശ്വസിക്കുന്നവർ ഇത് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതല്ലാതെ, ഇപ്പോൾ ഇന്നലെ തന്നെ യുദ്ധം നടക്കുമ്പോൾ ആദ്യം അടിച്ചത് ആര്, ഇന്ത്യ ആണോ പാകിസ്ഥാനാണോ എന്നത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ കണ്ടൊരു കമൻറ്റ്, ഇന്ത്യ പറയുന്നു ഇന്ത്യ അല്ല എന്ന്. അപ്പോൾ പാകിസ്ഥാൻ കൂടി പറയട്ടെ, അതിനുശേഷം വിശ്വസിക്കുക. അതായത് പാകിസ്ഥാനെ വിശ്വസിക്കുന്ന, പാകിസ്ഥാനെ പോലെയുള്ള, പാകിസ്ഥാൻ എന്ത് രാഷ്ട്രമാണ്, ഒരു തെമ്മാടി രാഷ്ട്രമാണെന്നും അവർ ലോകത്ത് നിന്ന് കടം വാങ്ങിക്കൊണ്ട് നടത്തുന്ന ടെററിസ്റ്റ് പ്രവർത്തനത്തെക്കുറിച്ച് അറിയാത്തവരാണ് ഇങ്ങനെ പറയുന്നത്, ഇത്തരം കമൻറ്റുകൾ ഇടുന്നത് എന്ന് നിഷ്കളങ്കമായി വിശ്വസിക്കാൻ വയ്യ. അവർക്ക് പല താല്പര്യങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടത്തിയ വലിയ നേട്ടങ്ങൾ, ഇന്ത്യ ഒരുമിച്ച് നിന്നത്. ഇപ്പോൾ ടെററിസ്റ്റുകളുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യ ശിഥിലമാകണം, അതിന് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മതം ചോദിച്ച് കൊലപാതകം ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്തത്. അവിടെയാണ് ഇന്ത്യ മനോഹരമായി മറുപടി നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിടുന്നു എന്നുള്ളത് മാത്രവുമല്ല, സോഫിയ ഖുറേഷി എന്ന ഒരു വനിതയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഇതിന് മറുപടി കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് ഇന്ത്യ ഒറ്റക്കെട്ടായി, പ്രതിപക്ഷ പാർട്ടികളടക്കം ഒറ്റക്കെട്ടായി നൽകിയൊരു സന്ദേശം വളരെ വലുതാണ്.
എത്ര വലിയ രാഷ്ട്രീയ ഭിന്നതയുള്ളവരാണ്, പക്ഷേ ഈ സമയത്ത് ഒരാളും തിരിച്ചൊരഭിപ്രായം പോലും പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഫലത്തിലൊരു തെറ്റുമില്ല. ഭരണകൂടങ്ങൾക്ക് ആളോട് ചോദ്യം ചോദിക്കുന്നതിന് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ POK നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നെഹ്റുവിൻ്റെ കാലത്ത് എന്താണ് സംഭവിച്ചത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ളത് ചരിത്രത്തിലുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശശി തരൂരിനെ പോലെയുള്ള മുൻനിര കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്ന മറുപടിയിൽ ഫലത്തിൽ കോൺഗ്രസിന് കൂടിയുള്ള മറുപടിയാണ് എന്ന് മാത്രമാണ് അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഡ്രോണുകൾ അയച്ചുള്ള ശ്രമം, തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾ വന്ന് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരായ ഡ്രോൺ സഹായം നൽകുമ്പോൾ ഇന്ത്യ യഥാർത്ഥത്തിൽ അതിൻ്റെ വിശ്വരൂപം ഒരു ചെറിയ തോതിലെങ്കിലും കാട്ടി എന്നുള്ളതാണ്. പല മനുഷ്യരുടെയും ജീവിതം ഷെല്ലാക്രമണത്തിലൂടെ ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ വലിയ രീതിയിലുള്ള ഡ്രോണാക്രമണത്തെയൊക്കെ ചെറുക്കാൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്നു. മാത്രവുമല്ല, ഇന്ത്യ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി പാകിസ്ഥാന് കാര്യമായ നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നേരിട്ടുള്ള ഇത്തരം ആക്രമണത്തിന് അപ്പുറത്തേക്ക് ഇന്ത്യയെ ശിഥിലമാക്കാനുള്ള വർഗീയ ശ്രമങ്ങൾക്ക് അത് തടയാൻ കഴിഞ്ഞു ഒറ്റക്കെട്ടായി എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഈ വെടിനിർത്തലിന് ശേഷവും എന്തുകൊണ്ട് ഫലത്തിൽ ഈ വെടിനിർത്തലിന് ശേഷവും വെടിവെപ്പുണ്ടായത് ഫലത്തിൽ ഇന്ത്യക്കല്ല നഷ്ടമുണ്ടായിട്ടുള്ളത്. ഇന്ത്യ സ്വതസിദ്ധമായ ശൈലിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. അവിടെ ഡൊണാൾഡ് ട്രംപിനെ പോലെ ഇപ്പോൾ അമേരിക്ക പല അവകാശവാദങ്ങളും ഉന്നയിക്കാം, പക്ഷേ അമേരിക്ക പ്രസിഡൻറ്റ് തന്നെ ഒരു ട്വീറ്റ് നടത്തിയ ശേഷം വീണ്ടും ഇങ്ങനെ ചെയ്തതിന് പിന്നിൽ അത് അമേരിക്കയ്ക്കാണ് ഫലത്തിൽ അക്കാര്യത്തിലൊരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാൻ മറുപടി പറയേണ്ടി വരിക, പാകിസ്ഥാൻ ഫലത്തിൽ അമേരിക്കയെ വെറുപ്പിച്ചു എന്ന് പറയേണ്ടി വരും. അമേരിക്കയെ വെറുപ്പിച്ചത് വെറുതെയല്ല, പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കുന്നത് ചൈനയാണ്. ചൈന അമേരിക്ക വലിയ രീതിയിലുള്ള പോരുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അമേരിക്ക വന്ന് പറഞ്ഞ് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിച്ചു എന്നുള്ളത് ചൈനയ്ക്ക് കൂടി അങ്ങനെ അങ്ങ് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് കമൻ്റ് ഇട്ടുള്ള വിഷയത്തിൽ വീണ്ടും ഒരു അടിക്ക് പാകിസ്ഥാൻ തയ്യാറായത്. ഫലത്തിൽ ചൈനയുടെ താല്പര്യം അതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം കൂടി ഉറപ്പാണ്, പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യയെ അടുപ്പിക്കുമ്പോൾ അവിടെ ഇന്ത്യ ഫലത്തിൽ ലക്ഷ്യമിടുന്നത് ചൈന ഇന്ത്യയുടെ വളർച്ച തടയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യ വളരരുത് എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണ്. ഫലത്തിൽ ഈ പിന്മാറ്റത്തിലൂടെ, ബുദ്ധിപൂർവമായ പിന്മാറ്റത്തിലൂടെ ഇന്ത്യ അവിടെയും അക്കാര്യത്തിലും വിജയിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് ഈ വരുന്ന സോഷ്യൽ മീഡിയ കമൻറ്റുകൾ, പല അഭിപ്രായങ്ങൾ, ഇതോടുകൂടി ഇവരുടെയൊക്കെ എല്ലാം യഥാർത്ഥ നിറം എന്ത് എന്നും ഫലത്തിൽ വ്യക്തമാകുകയാണ്. ആകെ മൊത്തം നിഷ്പക്ഷമായി പരിശോധിച്ചാൽ ഇതിൽ യാതൊരു സംശയവുമില്ലാതെ പറയാം, ഇന്ത്യക്ക് ഐതിഹാസിക വിജയമുണ്ടായൊരു യുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ അംഗീകരിക്കപ്പെട്ട ഒരു യുദ്ധം കൂടിയാണ്. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ 15 ദിവസം എടുത്ത് കേന്ദ്ര സർക്കാർ നടത്തിയ നയതന്ത്ര ഇടപെടലുകൾ അത് ശ്ലാഘനീയമാണ്. ഇന്ത്യ എത്രത്തോളം വളർന്നിരിക്കുന്നു, അത് കേവലം നയതന്ത്ര ബന്ധങ്ങളിലൂടെ മാത്രമല്ല, സൈനിക ബലത്തിലും ഇന്ത്യ ഒരുപാട് മുന്നിലെത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡ്രോൺ എത്ര കാര്യങ്ങളിൽ ഇന്ത്യ മുന്നോട്ട് പോയി. ഇന്ത്യ ശക്തമാണ്, ഇന്ത്യ ഒറ്റക്കെട്ടാണ് എന്ന വലിയ സന്ദേശം ഈ ലോകത്തിന് മുന്നിൽ ഇപ്പോൾ നൽകി എന്നുള്ളത് ഇന്ത്യയുടെ വളർച്ചയ്ക്കടക്കം വലിയ ഗുണമുണ്ടാകും. കേന്ദ്ര സർക്കാരിനും വലിയ നേട്ടമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയുക.